നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യ നിയുക്ത മുഖ്യമന്ത്രിക്ക് ഒരിക്കൽ കൂടി എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങൾ. വളരെ ദുഃഖകരത്തോടെ മറ്റു കാര്യം സൂചിപ്പിക്കട്ടെ. ഇന്നെനിക്ക് എൻ്റെ ഒരു പാർട്ടി വിളിച്ചിട്ട് പറഞ്ഞത് പീഡിയുടെ കൂടെ ഒരു ഡായ് ഇടാണെങ്കിൽ വിഡ്ഢി എന്നാണ്. വാസ്തവത്തിൽ ആ വാക്കൊക്കെ ഉച്ചയ്ക്ക് എനിക്ക് ലജ്ജയുണ്ട്, നാണമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ബി സതീശൻ സാറിനെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ അപാകത രമേശിന് രമേശല്ല, അദ്ദേഹം വെച്ച് നോക്കി ആർക്കാണെങ്കിലും ആഭ്യന്തരം കൊടുക്കുന്നതാണ്. എന്താണ് ഇത്ര ബുദ്ധിമോശം കാണിക്കുന്നത്? ഇനി 5 വർഷം ഭരിക്കണ്ടേ? ആയുസുണ്ടെങ്കിൽ 5 വർഷം ഭരിക്കണ്ടേ സമാധാനത്തോടെ? ആഭ്യന്തരം നിങ്ങൾക്കല്ലേ കൈകാര്യം ചെയ്യേണ്ടത് സാർ? അത് നിങ്ങൾക്ക് തെറ്റുപറ്റിയോ, നിങ്ങളുടെ പാർട്ടി തെറ്റുപറ്റിയോ, നിങ്ങൾക്ക് ഗ്രൂപ്പ് തെറ്റുപറ്റിയോ, അല്ലെങ്കിൽ ആരും ഭയന്നിട്ടാണ്? ഒന്നാമത്തിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവൊന്നും രമേശിന് ഇല്ല. ആളൊരു മണ്ട ശിരോമണിയാണ്. അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെയും സുകുമാരൻ നായർ റെക്കമെൻഡിൽ മുഖ്യമന്ത്രിയാൻ ശ്രമിക്കുമോ? പക്ഷെ വി സതീശൻ എന്ത് പറ്റി? ആൾക്കാർ വളരെ സങ്കടത്തോടെ പറയാണ്, നിങ്ങളുടെ പുറകെ ലക്ഷങ്ങൾ കേരളത്തിലുണ്ട്. ഇത് നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? ഹൈക്കമാൻഡ്. എന്ത് ഹൈക്കമാൻഡ്? വയനാട് മണ്ഡലത്തിൽ നിന്ന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ പാർലമെൻറ്റ് കാണാൻ പറ്റാത്ത എന്ത് ഹൈക്കമാൻഡ്? ഒക്കെ ലോ കമാൻഡായി പോയി. അതൊക്കെ എല്ലാ സംസ്ഥാനങ്ങളും പോയില്ലേ? അതായത് അതിനെക്കുറിച്ച് ഇന്ന് കേരള ജനത നിങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പാടുപെട്ട് പണിയെടുത്ത് 102 സീറ്റിലെത്തിച്ച വോട്ട് ചെയ്ത 90% പേരും എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ മണ്ടനല്ലി വിഡ്ഢി, അല്ലെങ്കിൽ നിങ്ങളും രമേശും സതീശനും രമേശും വെള്ളാപ്പള്ളിയും കൃഷ്ണകുമാർ മറ്റേ സുകുമാരൻ നായരുടെ ഒത്തുകളി. ചിന്താതെ തൊവീത് കണ്ടോ, നുള്ളാതെ വേദിക്കാതെ അടിച്ചു കണ്ടോ എന്ന് കുഞ്ഞായി മൂലിയാർ പറയും. കുഞ്ഞായി മൂലിയാരും ഭാര്യയും തമ്മിൽ തർക്കമുണ്ടാക്കിയത്. അപ്പോൾ കുഞ്ഞായി മൂശിയ എന്ന് പറയുന്ന ഒരു ഭരിത സാമ്രാട്ടാണ്. അദ്ദേഹത്തെ വീട്ടിൽ കൊച്ചു പള്ളികളിലൊക്കെ ഭക്ഷണം കൊടുക്കുക ഓരോ വീട്ടുകാരാണ്. അന്ന് ഹോട്ടലൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ കുട്ടി ഭക്ഷണം കൊടുക്കുക പരിപാടിയില്ല. അപ്പോൾ കുട്ടി കൂടെ നിൽക്കുക വേണല്ലോ, മുറത്തിൽ നെല്ല് അരി ഇട്ട് പാറ്റാണ് ഭാര്യ. വേഗം എന്ത് ചെയ്ത് വേഗം ഭക്ഷണം കുഞ്ഞായി മുശിയാർക്ക് ഊണ് കൊടുക്കുന്ന ആ വീട്ടുകാരൻ വന്നിട്ട് ഭാര്യനെ ഒരു അടിയാണ്. അപ്പോൾ ഭാര്യ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് മുറ കറിഞ്ഞ് അത് അപ്പോൾ പറയാണ്, ചിന്താതെ തുവീത് കണ്ടോ? ചിന്താതെ തുവീത് വെച്ചാൽ ഞാൻ എറിഞ്ഞെങ്കിലും അരി പുറത്തോ ഇല്ലല്ലോ, നുവാതെ നുള്ളിയത് കണ്ടോ, തല്ലിയത് കണ്ടത്, തല്ലിയെങ്കിലും വേദിച്ചില്ലല്ലോ. ഇതെല്ലാം കണ്ടുകൊണ്ട് ബുദ്ധിമാനായ കുഞ്ഞായി മൂലിയാർ മതി ഇതെല്ലാം കേട്ട് പോകാതിരുന്ന് ഞാനല്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഒളിച്ചു കളിക്കുന്നത്? ഇത്രയും വൃത്തിയേട് ഒരു സമുദായത്തിനിടയിൽ, പ്രത്യേകിച്ച് സമൂഹത്തിനിടയിൽ ചെയ്ത വെള്ളാപ്പള്ളിക്കൊക്കെ റാമുള്ളി നിൽക്കുന്ന ഒരാൾ ആഭ്യന്തരം ഏൽപ്പിക്കാൻ തോന്നിയാൽ പിന്നെ എന്ത് ഭരണം മാറ്റടൂ? ആയിരക്കണക്കിന് ആൾക്കാർ ചോദിക്കുകയാണ്, 10,000 ആൾക്കാർ ചോദിക്കുകയാണ് മെസ്സേജായിട്ട് മറ്റു കേട്ട്. പിന്നെ എന്ത് ഭരണം മാറ്റാണ്? പിണറായിയുടെ ഭരണം പോരെ? ഭരണമാറ്റമെന്ന് ഉദ്ദേശിക്കുന്നതിൽ കേരള ജനത ഇഷ്ടപ്പെട്ടത് ഈ തെമ്മാടത്തിന് വലിയ വൃത്തികേട് കാണിക്കുന്ന വെള്ളാപ്പള്ളിക്ക് നേരെ നിലക്ക് നിർത്താൻ വേണ്ടിയാണ്. TP വധക്കേസ് 51 വെട്ടുവെട്ടി വധക്കേസ് കേസ് അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ആക്കാതിരിക്കാൻ വേണ്ടി പിൻവലിച്ചത് ഈ സതീഷ് എന്ന് പറഞ്ഞേ, ഈ രമേശ് എന്ന് പറഞ്ഞേ. തന്നെയല്ല വേറൊരു ഫയലെടുപ്പുണ്ട്. ഇദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് ശാഖയെന്ന് 6 ശാഖത്ത് ഏറ്റവും കൂടുതൽ പോലീസ് കയറിയിരിക്കുന്നത്. അങ്ങനെ ജനങ്ങൾ വേർത്ത ഒരാളെ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഒരു രമേശ് പോയാൽ പോയി തന്നെ, ഒരു ചുക്കും ചെയ്യാനില്ല. മുസ്ലിം ലീഗ് പോയാൽ പോലും നിങ്ങൾ പേടിക്കാനില്ല, അവർക്ക് 22 സീറ്റ് ഉണ്ടല്ലോ. പിന്നെ നിങ്ങൾ എന്താണ് ഒരു രമേശ് 2-3 ആൾ പോവും. മണ്ടത്തിനാണ് കേട്ടോ. ഇത് അപകടത്തിലേക്കാണ് പോകുന്നത്. അപകടത്തിലേക്ക് നമ്മൾ ഒരു കഴിവും ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല സമൂഹത്തിന് വേണ്ടി. നിങ്ങൾ അവസാനം ഉമ്മൻചാണ്ടി നിരാശായി മടങ്ങേണ്ടി വരും. നിങ്ങൾക്ക് എന്തെങ്കിലും വി സതീശൻ നിയുക്ത മുഖ്യമന്ത്രിയോട് പറയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയും സാമൂഹ്യ നീതിയും
സമൂഹത്തോടുണ്ടെങ്കിൽ നിങ്ങൾ ആഭ്യത കളയരുത്. അത് നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനം രമേശ് കൊടുത്ത് നിങ്ങൾ ആഭ്യന്തര എടുക്കും. മുഖ്യമന്ത്രിക്ക് എന്ത് അധികാരമുള്ളത്? എന്ത് പറ മുഖ്യമന്ത്രിക്കുള്ളത്? പേര് മാത്രമേ ഉള്ളൂ, ഒരു അധികാരമില്ല. പിന്നെ നിങ്ങൾക്ക് ധനകാര്യം അത് കഴിവുണ്ട്, പക്ഷെ അത് പോരാ. ഇപ്പോഴത്തെ ഗ്രൂപ്പ് സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കൾ പുറത്തുണ്ട്. ശത്രുക്കൾ ഒരുപടി ഉണ്ടെന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞുതരാം, ബുദ്ധിയുടെ അംശോട്ടി കേട്ടോ. VD രാജേന്ദ്രൻ്റെ ഭാര്യയുടെ പേരും പറഞ്ഞുകൊണ്ട് താരകേശ്വരൻ VD രാജേന്ദ്രൻ താരകേശ്വരൻ്റെ ഭാര്യയുടെ പേര് വെച്ചൊരു ഒരു കള്ളക്കണക്ക് പുറത്തുണ്ട്. 25-30 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. ഇപ്പം നിങ്ങൾ ഒരു അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അതൊരു ചാനൽ ചർച്ചയിൽ പുറത്തു വിട്ടേക്കാം. എൻ്റെ സതീശൻ സാറേ, ഞാൻ ചോദിക്കട്ടെ, ഈ സംഭവം ഉണ്ടായത് എത്രയോ വർഷം മുമ്പാണ്. അവർക്ക് അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ അവർ കൊടുത്ത് പോലീസ് സ്റ്റേഷനിലാണ്, അല്ലെങ്കിൽ കോടതിയിലാണ്. ചാനൽ വഴി കൊടുത്ത് നിങ്ങളെ നാറ്റിക്കാനാണ്. പക്ഷെ നിങ്ങൾ അക്കാര്യത്തിലൊക്കെ ബുദ്ധിമാനായിട്ട് നിങ്ങളെ അറിയിക്കത്തില്ല, വേണ്ടതില്ല. ഓക്കെ, ഞങ്ങളും ഉണ്ടായതാണ്. പണ്ടൊരാൾ പറഞ്ഞ്, അവൻ തുണിയിലാണ് എടുത്തിട്ട് നടന്നവനല്ലേ, അവൻ അമ്മയുടെ ചേച്ചിക്ക് പിടിച്ചോനല്ലേ. രണ്ടും ശരിയാണ്. എപ്പോഴാണ്? 2 വയസ്സുള്ളപ്പോൾ. ഞാൻ പോലും 2 വയസ്സുള്ളപ്പോൾ തുണി എടുക്കാൻ നടന്നിട്ടുണ്ട്. ഞാൻ അമ്മയുടെ കൊല പിടിക്കാൻ കാലത്ത് ഞാൻ അമ്മയുടെ ചേച്ചി പിടിച്ചിട്ടുണ്ട്. അത് 2 വയസ്സ്. അത് പണ്ടെങ്ങാണ് എന്തോ നടന്നു പറഞ്ഞ സംഭവം. അവസാനം ഈ സതീശൻജി പാടുപെട്ട് ഒരു രാഷ്ട്രീയ നിലയിലെത്തിയപ്പോഴേ അത് ചാനൽ വഴി കൊടുത്തപ്പോഴേ അതിൻ്റെ ദുഷ്ടതരം മനസ്സിലായില്ലോ. നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട. ഞങ്ങളെപ്പോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ ആത്മാസമായിട്ട് നിങ്ങളുടെ പിന്നിലുണ്ട്. ഞങ്ങൾ ഒരു മൊയ്തീൻ മാത്രമല്ല, ഞങ്ങളുടെ ഗ്രൂപ്പ് എല്ലാം ചേർത്ത് നിങ്ങൾ ആദ്യമായിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ പുറകിൽ കളിച്ച കളി ആരുടെയാണ്? സതീശൻ്റെ രമേശിൻ്റെ ആണോ, KC വേണുഗോപാലിൻ്റെയാണോ, അല്ലെങ്കിൽ മറ്റേ ആരുടെയാണോ കണ്ടുപിടിക്കണം. അപ്പോൾ ആ സ്ത്രീ കളഞ്ഞിട്ട് കാര്യമില്ല. അവരൊക്കെ ജീവിക്കാൻ വേണ്ടി തുണി കഴിക്കുന്നവരല്ലേ. ചെറുപ്പത്തിൽ നമ്മൾ പലതും നടന്നു കാണും. അത് അധികാരം കിട്ടും. കാർത്തികല്ലേ, കാർത്തികൻ 35 വർഷമായിട്ട് നേഴ്സായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് ഉണ്ടാക്കി അവസാനം അത് ആദ്യം കയറി മരിച്ചൂലേ. ആലുവയിൽ ഡോക്ടർ ഒരു പെണ്ണെന്തോ പറഞ്ഞു, നേഴ്സ് എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ ആലുവ പോയിട്ടാണ് മരിച്ചിട്ടുണ്ട്. എത്ര സംഭവങ്ങൾ അങ്ങനെ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ അധികാരത്തിൽ ഒപ്പിട്ട് നിങ്ങൾ അന്വേഷിക്കട്ടെ, ഇതിൻ്റെ പുറകിൽ കളിച്ച ശക്തി ആരാണ്? സതീഷിൻ്റെ ഒതുക്കാൻ വേണ്ടി കളിച്ച കളി ആരാണ് കണ്ടുപിടിച്ചത്? അവർക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം. മേലാൽ ഇതുപോലെ ആവർത്തിക്കാതിരിക്കുക. മറ്റൊരു പെണ്ണുണ്ടല്ല, സിനിമ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ, അവർ ആരാണെന്നും എന്താണെന്നും ഒക്കെ ജനങ്ങൾക്കറിയാം. അവരും പറഞ്ഞു എൻ്റെ ജീവൻ പോയാൽ അത് സതീഷാണ് ഉത്തരവാദി എന്നൊക്കെ. എല്ലാം പാർട്ടിയിൽ നിന്ന് ആസ്വദിച്ച് അവസാനം വയസ്സുമായി ഗ്ലാമർ പോയി. കേടോ, ഈ സ്ത്രീ വിഷയത്തിൽ ഇതൊക്കെ സൗന്ദര്യം പോയി അവർ പട്ടിക്ക് വേണ്ടെന്നേ അവരും പറഞ്ഞു പരസ്യമായിട്ട്. ഇതൊക്കെ അന്വേഷിക്കേണ്ട പുറകിൽ അതൊന്നും അല്ല, അവർ പുറകിൽ കളിപ്പിച്ച് കളിയിട്ടിരിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ സതീശ് ഒരു കാരണം വെച്ചാലും ആഭ്യത ഒഴിയരുത്. മുഖ്യമന്ത്രിയായിട്ട് നിങ്ങൾ ഭരിക്കാൻ ആഗ്രഹിക്കുന്നതിന് ആഭ്യത നിങ്ങളയക്കരുത്, വേറെ ആർക്കും കൊടുക്കരുത്. മറ്റൊന്ന് മുസ്ലിം ലീഗിനോടാണ്. മുസ്ലിം ലീഗ് 5 മന്ത്രിസ്ഥാനം കൊടുത്താണ്. അത് നാണക്കെട്ട് ഒരുപിടി പ്രശ്നം ഉണ്ടാക്കി വേണ്ട പോയതാണ്. അപ്പോൾ ഈ മുസ്ലിം ലീഗോട് കാര്യം ചോദിക്കട്ടെ, 2-3 കാര്യം ചോദിക്കാണ്ട്. ഒന്ന്, അന്ന് കഴിഞ്ഞ മന്ത്രിസഭയിൽ നിങ്ങൾക്ക് കോഴിക്കോട് മുനീറിൻ്റെ മന്ത്രിസ്ഥാനം കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് കുഞ്ഞാക്ക കളിച്ച കളി. 4 മന്ത്രി മതി അത് പറഞ്ഞു. പക്ഷെ പങ്കിട്ട് വന്നപ്പോൾ എന്തു പറ്റി? കോഴിക്കോട് മന്ത്രിയില്ല. മലപ്പുറം ജില്ലയാണ് കേന്ദ്രമെങ്കിലും കോഴിക്കോടാണ് ആസ്ഥാനം ഇരിക്കും. ശക്തി കോഴിക്കോടിൻ്റെയാണ്. അവസാനം മുനീർ മന്ത്രിസ്ഥാനം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ മഞ്ഞളാം കുഴിയെ LDFിൽ നിന്ന് പിടിച്ചുകൊടുത്താണ് മഞ്ഞൾ മന്ത്രിസ്ഥാനം കൊടുക്കുകയും ചെയ്യണം. എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞാണ്, കുഞ്ഞാക്ക ഞാൻ നിങ്ങളുടെ പക്ഷത്താണ്, പക്ഷെ നിങ്ങൾ വൃത്തികൾ കാണിക്കരുത്. ക്യാൻസർ രോഗിയായ തങ്ങളെ നിങ്ങൾ കാറി കയറ്റി മലപ്പുറത്തുനിന്ന് കോഴിക്കോട് ട്രിവാൻഡ്രത്ത് കൊടുത്തു 7 മണിക്കൂർ. അവിടെ ചിലപ്പോൾ ഉമ്മൻചാണ്ടി കോട്ടയത്ത് 4 മണിക്കൂർ 11 മണിക്കൂർ. അവിടെ ചിലപ്പോൾ നാട്ടിയ ഗസ്റ്റ് ഹൗസിലാണ്. അപ്പോൾ നേരം വെളുക്കറേ. അങ്ങനെ 5-ാം മന്ത്രിസ്ഥാനം ചോദിച്ചു. അയാൾ ഉമ്മൻചാണ്ടി അത് നാറ്റിച്ച് ഇവിടുത്തെ ഈഴവനും നായരും ഒക്കെ ചേർന്ന് മുസ്ലിം സമുദായത്തിനും ലീഗും നാറ്റിച്ച് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ വെറുതെ ഒരു മന്ത്രിസ്ഥാനം കൊടുത്തു. ഒരു വകുപ്പ് കൊടുത്തില്ല. ആകെ കൊടുത്ത് 10-15 PA വേറെ ഒരു നേട്ടം ലീഗ് ഉണ്ടായില്ല. അതിന് പകരം സമുദായം എന്നറി, ലീഗ് എന്നറി, കോൺഗ്രസ് എന്നറി, ഇല്ലെന്നറി. അപ്പോൾ ഇതിപ്പോൾ കോഴിക്കോട് മന്ത്രിയില്ല, കാസർഗോഡ് മന്ത്രിയില്ല.
നിങ്ങൾ നിശ്ചയിക്കുമ്പോഴേ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പറയുന്നത് സത്യസന്ധമാണ് കുഞ്ഞാക്കെങ്കിൽ നിങ്ങൾ മലപ്പുറം, വയനാട്, കോഴിക്കോട്, കാസർഗോഡ്, ഇത് ലാസ്റ്റ് എറണാകുളം അതിലോ മധ്യ കേരളവും ദക്ഷിണ കേരളവും ആർക്കും മന്ത്രിയില്ല. ആകെ ജയിച്ച് വെച്ചാൽ ആ പുള്ളിക്ക് മന്ത്രി കൊടുക്കണം. വളരെ തെറ്റൊന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 5 മന്ത്രി ആണെങ്കിൽ ആ പുള്ളിക്ക് കൊടുക്കും. ഈ 5 കിട്ടിയില്ലെങ്കിലും എറണാകുളത്തെ മന്ത്രി കൊടുക്കും. കാരണം മധ്യ കേരളത്തിലും ദക്ഷിണ കേരളത്തിലും ആളില്ല, മന്ത്രിയില്ല, മന്ത്രി വേണം. അതൊന്നും മനസ്സിലാക്കാത്തത്. അത് കോൺഗ്രസ്സുകാർ കാര്യം മനസ്സിലാക്കണം, സതീഷ് കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഈ കുഞ്ഞാക്കിനെയും തങ്ങളുടെയും പുറകിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെന്ന് തങ്ങളുടെ അടുത്താണ്, അത് തെറ്റില്ലാത്തതില്ല. നിങ്ങൾ എന്തിനാ തങ്ങളുടെ അവരുടെ ബന്ധം പരിക്കുൾ കൊടുത്താൽ അപകടമാണത്. ദുരുദ്ദേശം ഉണ്ടെങ്കിൽ 2031 ഇലക്ഷനിൽ BJP പ്രതിപക്ഷം ആകണമെന്നുണ്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ സതീഷിന് ഏതൊക്കെ ചെയ്തൊരു കുഴപ്പമില്ല. അല്ല, അങ്ങനെ ആഗ്രഹം സതീഷിനും കുഞ്ഞാക്കാക്കും ഇല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ബന്ധം നിങ്ങൾ വിടിയിക്കണം. എങ്ങനെ അമിതമായ ബന്ധം ഇപ്പൊ കേരള കോൺഗ്രസില്ലേ, ജോസഫ് ഗ്രൂപ്പില്ലേ, അതുപോലെ പ്രാധാന്യം കൊടുക്കാവുള്ളൂ. കാരണം വോട്ട് എടുക്കുന്ന മുഴുവൻ പുറത്താണെന്ന്. 25 ലക്ഷം പോലും കേരളത്തിൽ 1,20,00,000 മുസ്ലിങ്ങളിൽ 25 ലക്ഷം പോലും ലീഗ് അനുഭാവികളില്ല. കണക്കുകൾ ഉദ്ദേശിച്ച പറഞ്ഞത്, ഞാൻ സതീഷോടെ പറഞ്ഞത്, മുഖ്യമന്ത്രിയോടെ പറഞ്ഞത്. ബാക്കി 1 കോടി പുറത്ത് കിടക്കുന്ന അവർ വോട്ട് ഇട്ട് നിങ്ങൾ ജയിച്ചത്. അങ്ങനെ 4 വോട്ട് കിട്ടിയെങ്കിൽ UDF 4 വോട്ട് കിട്ടിയെങ്കിൽ നോൺ മുസ്ലിം എന്നിട്ട് 1 വോട്ട് കിട്ടി. അത് ഇന്നലെ പറഞ്ഞതാണ്. എത്രയോ ആൾക്കാരെ കുറിച്ച് ചർച്ച ചെയ്തതോ. ബാക്കി 3 വോട്ട് കിട്ടിയിരിക്കുന്നത് കേരളത്തിൽ മുസ്ലിങ്ങളുടെയാണ്. അതിൽ 3/4 വോട്ടുള്ളൂ ലീഗിന്റെ. ബാക്കി 2.25 വോട്ടും പുറത്ത് കിടക്കുന്ന കിട്ടിയ. ഈ 2.25 വോട്ട് തന്നവർക്ക് നിങ്ങൾ ഇത് ഒരു മന്ത്രി കൊടുത്ത് ഒതുക്കാൻ നോക്കുകയാണ്. അത് പറ്റൂല എന്ന് പറഞ്ഞേ. 7 മന്ത്രിസ്ഥാനം കൊടുക്കാം. നിങ്ങൾ ലീഗിന് 4 മന്ത്രികൾ കൊടുക്കരുത്. ബാക്കി 3 മന്ത്രി കോൺഗ്രസിൽ നിന്ന് വേണം. കോൺഗ്രസ് മുസ്ലിം ഭരിക്കണം. അപ്പോഴും കോൺഗ്രസ് വെയിറ്റ് ഉണ്ടാവുള്ളൂ. ഇത് മുസ്ലിം ലീഗ് ഡിപ്പെൻഡ് നിൽക്കുന്നുണ്ടല്ലോ. കോൺഗ്രസ് നശിച്ചു പോവാണ്. 2030 ഇലക്ഷനോട് കൂടി BJP പ്രതിപക്ഷാവും. 36 ഇലക്ഷൻ BJP ഭരിക്കും. അങ്ങനെയാണ് കുഞ്ഞാക്കാക്കും സതീഷും താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങളൊന്നും പറയുന്നില്ല. ഇതറിയോ, അവലും മല്ലും കരിക്കുമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ വാങ്ങി മുദ്രാവാക്യം വിളിപ്പിച്ച ആ പാർട്ടി കൊണ്ടാണ് 3 സീറ്റിലെത്തി BJP. ഇന്നലെ തൊടുപുഴയിൽ വെള്ളപ്പള്ളി സുമാൻ നായരൊക്കെ തെറി പറഞ്ഞതിന്റെ പേരിൽ അടുത്ത പ്രതിപക്ഷ അടുത്ത ഇലക്ഷനിൽ അവർക്ക് ഉപയോഗിക്കറിയാം. അത് യൂട്ടിലിസ്റ്റ് അവർക്കറിയാത്. അത് ലീഗ് ആര് പണം കൊടുത്തിട്ടാണ് ആ മുദ്രാവാക്യം വിളിപ്പിച്ച് നോക്കണം. അപ്പൊ ലീഗിന്റെ ഉദ്ദേശം ദുരുദ്ദേശം തന്നെയാണ്, നല്ല ഉദ്ദേശമല്ല. പാവം ഇന്ത്യയിൽ 30 കോടിയോളം വരുന്ന മുസ്ലിം സമുദായം ഉണ്ടെന്നും അവർക്ക് വളരെ പ്രശ്നങ്ങളുണ്ടെന്നും ലീഗ് മനസ്സിലാക്കുന്നത്. അവർക്ക് ആകെ കൂടി മനസ്സിലാക്കുന്നത് മലപ്പുറം ജില്ല അവിടെ സുരക്ഷയാണ്. അത് സുരക്ഷയാണ്. ഇപ്പോൾ 4ൽ 1 ജനസംഖ്യ പോലും മുസ്ലിം ലീഗിൽ ഇല്ലാത്ത ലീഗിന് എന്തെല്ലാം ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് 28 സീറ്റ് കിട്ടി. മറിച്ച് നിങ്ങൾ അവർക്ക് സീറ്റ് കുറച്ച് കൊടുത്തിട്ട് മാന്യമായിട്ട് മുസ്ലിം സമുദായത്തിൽ കൊടുത്ത് അവരെ വളർത്തിയെടുത്തെങ്കിൽ. എടോ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ സതീശൻ സാറോട് തന്നെ ചോദിക്കുന്നു, വേറെ ആരോടും അല്ല, നേരിട്ട് ചോദിക്കണം. എന്നെ തൂക്കി കൊന്നാലും വിരോധമില്ല. നിങ്ങൾ പല സ്ഥലത്ത് നിന്നിൽ പോയില്ല. ഇന്നലെ അന്തോണി ഉൾപ്പെടെ തങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസിൽപ്പെട്ട ഒരു മുസ്ലിമിന്റെ വീട്ടിൽ പോയിടും. അങ്ങനെ നേതാവ് നിങ്ങൾക്ക് ഉണ്ടോ നിങ്ങളുടെ പാർട്ടിയിൽ? നിങ്ങൾ പോയില്ലോ. ഷിഹാസിന്റെ ഉമ്മനെ കാണാൻ പോയി. അതൊന്നും പാർട്ടിക്കാരല്ല, ഒരു പാവ സ്ത്രീയാണ്, ഒരു വൃദ്ധ സ്ത്രീയാണ്. കോൺഗ്രസ് നേതാവിൽപ്പെട്ട് ഏതെങ്കിലും മുസ്ലിം നേതാവിന്റെ വീട്ടിൽ നിങ്ങൾ പോകാനുണ്ടോ? ഉണ്ടാക്കിയെടുത്തോ? അതാണ് നിങ്ങളുടെ കോൺഗ്രസിലെ നിങ്ങളുടെയും തളർച്ചയുടെയും തളർച്ചയുടെ കാരണം. നിങ്ങൾ തങ്ങളെ കുഞ്ഞാക്കാനും മാത്രം കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ കാണല്ലേ. എനിക്ക് തങ്ങളും കുഞ്ഞാക്കായും എത്ര വളർന്നു പോയാലും എനിക്ക് തടസ്സമൊന്നുമില്ല. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് രാജ്യത്തെ പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടി വളർച്ചയും നിലനിൽപ്പാണ്. കോൺഗ്രസ് പാർട്ടി നിലനിൽപ്പിനും വളർച്ചയ്ക്കും ലീഗിന് അമിതമായി പ്രാധാന്യം കൊടുക്കല്ലേ. അത് അപകടമാണത്. മറ്റ് സമുദായങ്ങൾക്ക് യോജിക്കാനുള്ള അവസരമാണ്. BJP വളർത്തേണ്ട അവസരമാണത്. ഇപ്പൊ സംശയിക്കേണ്ടിയിരിക്കുന്നു സതീഷിനും രമേശിനെയൊക്കെ. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ പോക്ക് അടുത്ത 31 അസംബ്ലി ഇലക്ഷനിൽ BJP പ്രതിപക്ഷമാക്കാനും 36 ഇലക്ഷനിൽ BJP ഭരണം കിട്ടാൻ വേണ്ടിയാണെന്ന് ആരെങ്കിലും സംശയം കുറ്റം പറയാൻ പറ്റുമോ? ഇത് മനഃശാസ്ത്ര കൂട്ടായ്മയാണിത്. മനഃശാസ്ത്രം എന്ന് പറയുന്നത് മനഃശാസ്ത്രം ഒരിക്കലും തെറ്റില്ല. ഞാൻ പറഞ്ഞ സതീഷ് മുഖ്യമന്ത്രി ആക്കല്ല, ഒരു കാര്യം ആക്കൂല എന്ന് പറയും തലേദിവസം വരെ. എന്താ കാരണം? സതീശന് മുഖ്യമന്ത്രി ആക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ പരാതി അത് തന്നെ ആക്കാമല്ലോ. ഇത് 11-13 ദിവസം കാത്തിരുന്നല്ലോ. സതീഷ് മുഖ്യമന്ത്രി ആക്കല്ല. സതീഷ് മുഖ്യമന്ത്രി ആക്കണം എന്ന് പറയുന്ന പ്രശ്നം ഒന്ന് ഒതുക്കിയിട്ട് KC മുഖ്യമന്ത്രി ആക്കാനാണ് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചത്.
സതീഷ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ മുഖ്യത പ്രഖ്യാപിക്കുന്ന അരമണിക്കൂർ മുമ്പ് വരും KCNA മുഖ്യമന്ത്രി ഡൽഹിയിൽ. അരമണിക്കൂറില്ല. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പോലീസല്ലപ്പോൾ പോലീസ് റിപ്പോർട്ട് എന്താ അറിയോ, ആത്മാഹുതി എടുക്കും. മറ്റൊന്ന്, വയനാട്ടിലേക്ക് പിന്നെ തിരിഞ്ഞു നോക്കണ്ട. ഇതൊക്കെ കേട്ടോടി പ്രിയങ്ക ഗാന്ധി ഭയന്നു പോയി. അവർക്ക് വേറെ സുരക്ഷാ സീറ്റില്ല ഇന്ത്യയിൽ. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെയാണ് അരമണിക്കൂറിന് ഗ്യാപ്പുള്ളപ്പോഴാണ് നിങ്ങളുടെ പേര് വെച്ചത്. അപ്പം നിങ്ങൾ ഒതുക്കാൻ പല ശ്രമം നടക്കുന്നുണ്ട്. അത് ആഭ്യന്തര ഒരിക്കലും നിങ്ങൾ വിട്ടുകൊടുക്കരുത്, ഒരിക്കലും കൊടുക്കരുത്. അത് അമിതമായ മുസ്ലിം പ്രേമം കാണിക്കരുത്, മുസ്ലിം ലീഗ് പ്രേമം കാണിക്കരുത്. എന്നോട് ചോദിക്കും, ഞാൻ ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കുറേ നാളായിട്ട് അവർക്ക് കൂടി വേണ്ടി വാദിക്കുന്നുണ്ട്. സത്യമാണ്, എനിക്കറിയാം, ഞാൻ തോന്നിയൊന്നും വായിച്ചില്ല. അത് കണ്ടുകൊണ്ട് ആൾക്കാർ എന്നോട് ചോദിക്കും, നിങ്ങളിപ്പോൾ അത് ശരിയാണ്, പക്ഷേ എന്താണ് കാരണം? ഈ സതീശൻ പോയതിൽ ഏതെങ്കിലും കോൺഗ്രസ് മുസ്ലിമിൻ്റെ വീട്ടിലോ ഓഫീസിലോ പോയിരുന്നോ? അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടായി 2 പേരെ TH മുസ്തഫ സാഹിബും പിന്നീട് ആര്യാട മുഹമ്മദും, ആ 2 പേരും മരിച്ചുപോയി. അത് 3ാമത് ആളെ നിങ്ങൾ ഉണ്ടാക്കിയില്ല, വളർത്തിയെടുത്തില്ല. നിങ്ങളൊന്നുണ്ടാക്കി, അസലുണ്ടാക്കി, ആണും പെണ്ണും കെട്ടത് പരസ്യമായിട്ട് പറയാണ്. എന്നിട്ട് 1-2 പ്രസ്താവന ഉണ്ടില്ലേ, എല്ലാം ഞാൻ ലിംഗം പോകാതെ ഇപ്പോൾ എന്ന് പറയും പോലെയുണ്ട്. 33% മുസ്ലിങ്ങളുള്ളപ്പോൾ 9% നായരെന്തിനെ വാശി പിടിക്കുന്നു. എപ്പോഴും അയാളെ എല്ലാ കഴിവും പോയി വീട്ടിലെത്തപ്പോഴും അവർ മണ്ഡലത്തിലൂടെ മറ്റൊരു മണ്ഡലത്തിലും പറഞ്ഞു. എന്താ അറിയോ, ആ മുഖ്യമന്ത്രി സ്ഥാനം തീരുമാനിക്കും മുസ്ലിം ഘടകകക്ഷികൾക്ക് ഒരു അവകാശമില്ലാന്ന്. അവനൊക്കെ ഇത്രയും കാലത്ത് ഒന്നും ആകാതെ പോയി അത്ഭുതമുണ്ടോ? അത് ഷാനിമോൾ ഉസ്മാനിലൊക്കെ ഒരു ബോധ്യമുണ്ട്, ഞാൻ കോൺഗ്രസ് നിന്നിട്ടാണ് ഈ സ്ഥാനമാനം കിട്ടുന്നത്. ഒരു കോൺഗ്രസ് നിന്നിട്ടില്ല, നിങ്ങളെ മുസ്ലിം പ്രാതിനിധ്യം വെച്ചാൽ നിങ്ങൾക്ക് ഈ ചാൻസ് കിട്ടുന്നത്, അല്ല നിങ്ങളുടെ കഴിവ് നോക്കിയല്ല. അത് തലയിൽ കൊണ്ടുവിടാൻ ഓക്കെ പോട്ടെ. അത് കഴിഞ്ഞ് ഞാൻ അന്ന് പറഞ്ഞില്ലേ, ബിന്ദു കൃഷ്ണയ്ക്ക് വേണ്ടി ആരോ ചാരപ്പുറത്തി കളിച്ചാൽ നിങ്ങളെ ഒതുക്കാൻ വേണ്ടി നിങ്ങൾ വന്നപ്പോൾ ചെറിയരെ കെട്ടിപ്പിടിച്ചു. ബിന്ദു കൃഷ്ണ കെട്ടിപ്പിടിക്കാൻ മാറിയത് ഇതൊക്കെ ഒരു ഒളിച്ചെളിയല്ലേ എന്ന് ഞങ്ങൾ മനഃശാസ്ത്ര ഗ്രൂപ്പ് സംശയിക്കുകയാണ്. അന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ കപടം ചെയ്തു. ഇപ്പം ലിസ്റ്റിലില്ല നിങ്ങളുടെ ബിന്ദു കൃഷ്ണയാക്കിയത്. വേറെ സംഭവട്ടെ, സിനിമയുടെ സിദ്ദീഖിന് അവസരം കിട്ടുമ്പോൾ സിദ്ദീഖിനെ പെണ്ണേശപ്പെടുത്തി. ഇതൊക്കെ ബോധപൂർവം ഈ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും വളർന്നു വരാൻ സാധ്യതയുണ്ടെങ്കിൽ അവരെ ഒതുക്കുക എന്നുള്ള ഇന്ത്യയിൽ മൊത്തത്തിലുള്ള കാര്യമാണ്, കേരളത്തിലുള്ള കാര്യമാണ്. അത് മനസ്സിലാക്കാൻ ഈ വിഡ്ഢികൾക്ക് മനസ്സിലാകുന്നില്ല. എടോ, അൻവർ എവിടെ പോയി? അയാൾക്ക് എന്തെങ്കിലും പണമില്ലേ, വിദ്യാഭ്യാസമല്ലേ? എന്താണ് ബുദ്ധിമോശം കാണിച്ച്, മണ്ടത്തിന് കാണിച്ച്, ഒന്നുമില്ലാത്തപ്പോൾ 10,000 പേരുള്ള അനൂപ് ജയിക്കുവരെ കയറി മന്ത്രിസ്ഥാനം കയ്യിലേക്ക് കൊടുക്കാല്ലേ, അന്വേഷിച്ചെടുത്ത് കൊടുക്കാണ്. അൻവറിനോ? ഇവിടെ കുറച്ചൊക്കെ ബുദ്ധിയും തന്ത്രവും കാണിക്കണം. ഹിക്മത്തിൻ്റെ മതം എന്ന് പറഞ്ഞാൽ യുക്തിയുടെ മതം, തന്ത്രത്തിൻ്റെ മതം. പ്രവാചകൻ അതായത് കുതന്ത്രമല്ല. നിങ്ങൾ നേരിട്ട് അയാളെ എതിർക്കാൻ പോയി നിങ്ങൾ മണ്ടത്തല കാണിച്ച് നിങ്ങൾ ജയിക്കാൻ സാധ്യതയുള്ള അതിൽ പ്രശ്നത്തിൽ ഒരു സീറ്റ് ചോദിക്കണ്ടേ, അൻവറോട് ചോദിക്കണ്ടേ? ഇനി അത് പോയി അവസാനം പറയും ഞാൻ തുണി കൊടുക്കാൻ നടക്കാന്നോ? എന്താണ് എന്തൊക്കെ പറഞ്ഞു തലമുട്ടിയാണ് ഇത്? അതൊക്കെ ഒരു നേതാവിന് ഒരു MLAക്ക് പറഞ്ഞ ഭാഷയാണോ? ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയായില്ലടോ. തൃണമൂൽ കോൺഗ്രസ് നിങ്ങളെ പുറത്താക്കി, നിങ്ങളും എല്ലാം പുറത്താക്കി, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ സതീഷിനോടെ കളിച്ച് സതീഷിനെ അലക്കാത്തിലേക്ക് അങ്ങനെ കാണിക്കുക. അതുപോലെ ഷാനിമോൾ ഉസ്മാൻ അപ്പോൾ രഹസ്യ റിപ്പോർട്ട് കൊടുക്കുമ്പോഴല്ലോ മുസ്ലിങ്ങൾക്ക് ഇത് ഇഷ്ടമല്ല. നിങ്ങൾ ഒരു മുസ്ലിം സ്ത്രീ അന്യപുരുഷ പരസ്യം രഹസ്യമായിട്ട് പലതും ചെയ്യുക, അതൊന്നും കുറ്റമല്ല. ഇതുപോലെ എനിക്ക് ഒരു കാര്യം പ്രത്യേകം വേണം. ജലീൽ പൊല്ലൂർ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്താണ്, ഞങ്ങളുടെ അടുത്ത ബന്ധുക്കളുള്ള, ഞങ്ങളൊരു പാർട്ടി പോകത്തില്ല. ആ ജലീൽ പൊല്ലൂർ ഇന്നത്തെ ഒരു വാർത്ത, ഇതിനു മുമ്പ് പലതും പറഞ്ഞാൽ ഞങ്ങൾ ഏതുപോലെ ഇന്നത്തെ ഒരു വാർത്തയുണ്ട്. കുഞ്ഞാലിക്കുട്ടിയും ബാങ്ക് സാഹിബിനെ കുറിച്ചൊക്കെ എൻ്റെ പൊല്ലൂർ ജലീലേ തറയാകാം, പക്ഷെ തത്തറയാകരുത്. ഈ സമയത്ത് അത് പറയണോ? ജീവിതത്തിൽ പല സന്തണ്ടാവും. ഈ സമയത്ത് മരിച്ചു അയാളെ കുറിച്ചും പിന്നെ കുറിച്ചൊക്കെ നിങ്ങൾ പറയുമ്പോഴേ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി, ദുഷ്ടത്ര എത്ര ഭയാണുകൾ. നിങ്ങൾ സഖാക്കൾക്ക് വേണ്ടി എത്ര ഒഴിഞ്ഞ് സംസാരിച്ചു. എന്നിട്ട് എവിടെ പോയി? ഇപ്പോൾ വീടിന് തലയുണ്ടോ? വിമർശിക്കാം, അത് വ്യക്തിപരമാകരുത്. ലക്ഷ്മി ലീഗ് തോന്നിയ PDP നടന്നുപോലെ ഞാൻ കുഞ്ഞാക്കാൻ ചിലപ്പോൾ വിമർശിക്കട്ടെ, അത് വ്യക്തിപരമായിട്ടല്ല. ഞാനും പറയുന്ന ആ മുസ്ലിം എന്ന പേര് മാറ്റാത്തതുകൊണ്ട് അവർക്ക് തന്നെ ക്ഷീണമുണ്ട്. അത് ഞാൻ പറയുന്നത് അല്ല, എനിക്ക് അന്ധമായി അവരോട് എതിർപ്പൊന്നുമില്ല. കോൺഗ്രസ് നിലനിൽക്കണം, ലീഗ് നിലനിൽക്കണം, പക്ഷേ ലീഗിൻ്റെ കെയർ ഓഫ് ആകരുത് കോൺഗ്രസ്. അതാണ്. അപ്പോൾ ഷാനിമോൾ ഉസ്മാനെ അന്ന് കണ്ടില്ലേ, നിങ്ങളെ പണ്ട് നിങ്ങളെ അന്ന് തോൽപ്പിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഇത്തവർഷം എങ്ങനെയോ ജയിച്ചു. ആ തരംഗം വന്നിട്ട് പേര് എങ്ങനെ ലീഗ് തോൽപ്പിയ സർവ്വസന്ന നടത്തിയാണ്. തരംഗം ജയിച്ചു.
എന്താ വേണ്ടേ? ഞാനൊരു സമുദായത്തിൽ ആകാം, എനിക്ക് ആ കെയർഫിലൊക്കെ ഉണ്ട്. ഇപ്പോൾ സിദ്ദീഖ് മറ്റേ സിദ്ദീഖിനല്ല വയനാട് നമ്പി സിദ്ദീഖിനില്ല, പുള്ളിക്ക് എന്താ ഈ മുസ്ലിം സമുദായത്തിന് ബാധിച്ച് എന്തായാലും കിട്ടുന്നത്? അല്ല, നിങ്ങളെ വീടുകാരോ നിങ്ങളെ കോൺഗ്രസ് നോക്കിയില്ല, എല്ലാവർക്കും സാമുദായിക ബാധിച്ചാണ്. അങ്ങനെ വേണം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ സതീഷ് ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കളോട്, ഇവിടെ MLA-മാരുടെ വലിപ്പം നോക്കിയല്ല മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടത്. അത് ചില പോക്കറ്റിൽ കൂടി ചിലപ്പോൾ കിട്ടും. ഒട്ടും പഠിക്കാത്ത കുട്ടി ചിലപ്പോൾ ജയിച്ചിരിക്കും. കാരണം ചില കോണിൽ അവൻ നോക്കുന്ന പോർഷൻ മാത്രം പരീക്ഷ ചില ചോദ്യപേർ വരും, അത് ജയിക്കും. അതുകൊണ്ട് ജനസംഖ്യയ്ക്ക് അനുമതി വേണം, ആഡിക്വറ്റ് റെപ്രസെൻറ്റേഷൻ. അതാണ് ഞങ്ങൾ അന്നും ഇന്നും പറയുന്നത്, അതാണ് നീതി. ഇതിപ്പോൾ നിങ്ങൾ നോക്ക്, 10%. ഞാൻ ഒരു കാര്യം സതീശോട് പ്രത്യേകം പറയും, 10% ഒരു സമുദായത്തിന് ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടാണ് ഈ 2 മന്ത്രിസ്ഥാനം കിട്ടുന്നത്. 15 ഉണ്ടെങ്കിൽ 3 കിട്ടുന്നത്, അല്ല ഒരെണ്ണം എക്സ്ട്രാ കൊടുക്കുക. അപ്പോൾ 10% 3 മറ്റും 4 അതിൽ കൂടെ കൊടുക്കാൻ. ഞാൻ പരസ്യമായിട്ട് പറയാം, ക്രിസ്ത്യൻ സമുദായത്തിൽ ഈ കേരളത്തിൽ ജനസംഖ്യ ആലോചിച്ച് നോക്കിയാൽ 4 മന്ത്രിക്കൂടെ കൊടുക്കാൻ പാടില്ല ഒരിക്കലും. ഇപ്പം ഒരു ഇരട്ടി കൂടുതൽ MLA വന്നിട്ടുണ്ട്, അതാണ് ഒരു. അതുപോലെ നായർ സമുദായത്തിന് 9% ഉണ്ടെങ്കിൽ 10 കുട്ടിയെ 2 മന്ത്രി, 3 മന്ത്രിയാകാം. അല്ല, ഉള്ളും കൂടെ പറക്കി നിങ്ങൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാലേ ഇത് കഴിഞ്ഞ് ഇലക്ഷൻ വരും. ഞാൻ ഒരു കാര്യം കൂടി വളരെ വ്യക്തമായിട്ട് പറയാം, അല്പം അശ്ലീലല്ല. അതായത് വൃക്ഷണം എത്ര പൊങ്ങിയാലും ലിംഗത്തിന് മുകളിൽ വരില്ല എന്നൊരു വലിയ സത്യമുണ്ട്. വൃക്ഷമല്ലേ, അതിന് ശാസ്ത്രീയ പറയാം വൃക്ഷം, അത് എത്ര പൊങ്ങിയാലും ലിംഗത്തിന് മുകളിൽ വരില്ല. അതുപോലെ പിണറായിക്കാൾ വലുതല്ല കോൺഗ്രസ് ഒരു നേതാവ്. സഖാവ് പിണറായിക്കാൾ വലുതല്ല കോൺഗ്രസ് എന്ന് കേരളത്തിലെ കോൺഗ്രസ് ഒരു നേതാവ്, കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസ് നേതാവും. അവിടെ നിങ്ങൾ കുറച്ചൊരു മര്യാദക്ക് പ്രവർത്തിച്ച് സത്യസന്ധമായിട്ട് പോയില്ലെങ്കിൽ നിങ്ങൾ എന്തിനും കളി കളിക്കാനല്ലോ. 5 വർഷം കൊണ്ട് താഴെ 10 വർഷം കൊണ്ട് താഴെ ഇറക്കി പിണറായിയെ നിങ്ങൾ 5 മാസം ഒരു കൊല്ലോട് താഴെ ഇറക്കും. അവിടെ സതീശൻ മുഖ്യസ്ഥാനം ഏറ്റവും കുഴപ്പം സന്തോഷവും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളെപ്പോലെ ലക്ഷങ്ങൾ പ്രവർത്തി തയ്യാറാണ്, യാതൊരു ആനുകൂല്യം ആവശ്യമില്ലാതെ. പക്ഷെ നിങ്ങൾ വൃത്തികൾ കാണിക്കരുത്, മണ്ടത്തരം കാണിക്കരുത്. ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് അപ്രീഷിയേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഞങ്ങളെക്കുറിച്ച് അഭിമാനം കൊള്ളാണ്. കഴിവുള്ള നേതാവാണ്, ജനങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് നിൽക്കുന്നതാണ്, ജാതി വന്ന് നോക്കാതെ എന്നൊക്കെയുള്ള അഭിമാനം കൊള്ളുന്ന നേതാവാണ്. നിങ്ങൾ മണ്ടത്ത് കാണിക്കരുത്. ആഭ്യന്തരം നിങ്ങൾ പിന്നെ രമേശ് എടുത്തെങ്കിൽ നിങ്ങളുടെ ഗൂഢാലോചനയാണെന്ന് ആരും സംശയിച്ച തെറ്റ് പറയാൻ പറ്റില്ല. പ്രത്യേകം പറയണം, തെറ്റ് പറയാൻ പറ്റില്ല. അത് ചെയ്യണം. മുസ്ലിം സമുദായത്തിൽ 7 മന്ത്രിസ്ഥാനം മൊത്തം കൊടുത്താൽ 7 നമ്പേഴ്സ് 3-1. അതിൽ 4 ലീഗിനോടൊക്കെ ബാക്കി 3 പേരും സമുദായത്തിൽ. ആർക്ക് വേണം ഗ്രൂപ്പൊക്കെ നിങ്ങൾ നോക്കി, കുഴപ്പമില്ല. അതാണ് ഞങ്ങൾ പറഞ്ഞൊരു പോയിന്റ്. അതുപോലെ ദളിതുകൾക്ക് 2 മന്ത്രിസ്ഥാനം കൊടുക്കാം, പക്ഷെ അത് കൊടുക്കാൻ നിങ്ങൾ കൊടുക്കൂല, പണ്ട് കൊടുക്കൂല. ബാക്കി എല്ലാവർക്കും നിങ്ങൾക്ക് വേണ്ടേ. ക്രിസ്ത്യാനിക്കും വേണ്ടില്ലേ, പാപ്പാട് കല്യാണം കഴിഞ്ഞിട്ടോടെ എനിക്ക് വേണ്ടാട്ടാന്ന് പറഞ്ഞ പോലെ ക്രിസ്ത്യാനിക്കും നായർക്ക് കൊടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം മുഴുവൻ അവർക്ക് കൊടുക്കണം. അതെന്താ സാറേ, ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും നായർക്കും കേരളത്തിൽ ഇത്രയും മാത്രം അവകാശങ്ങൾ കൊടുക്കുക? എന്താണ് അവർക്ക് പ്രത്യേക അവകാശം, അധികാരം, പ്രിവിലേജ് എന്താണ്? രാജാവാണോ? രാജാക്കന്മാർ പണ്ട് പ്രിവിലേജ് ഉണ്ടായിരുന്നു, ഇപ്പം അവർക്ക് നിർത്തി. അവർക്ക് മാത്രം ജനസംഖ്യക്ക് ആനുപാതികമല്ല. അതിൽ ജനസംഖ്യ ആനുപാതികം NSS നായർ എതിർത്ത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താ പറഞ്ഞത്? അത് കേന്ദ്രത്തിൻ്റെ കാര്യമാണ്, സ്റ്റേറ്റിൻ്റെ കാര്യമല്ല എന്താ പറഞ്ഞത്. ഇപ്പം എവിടെ പോയി പിണറായി? 10% മുന്നോക്കം കൊടുക്കാൻ പറഞ്ഞു. അന്ന് തന്നെ അവർ അത് പാസ്സാക്കി അസംബ്ലിയിൽ. രാഹുൽ ഗാന്ധി പറഞ്ഞു എല്ലാ സ്റ്റേറ്റും നിങ്ങൾ ജാതി സെൻസ് നടത്തുള്ളൂ. അത് പറഞ്ഞപ്പോൾ പിണറായി ഗ്രൂപ്പ് പിണറായിയൊക്കെ നയിക്കുന്ന ഈ പോലെ സവർണ ലോബിയാണെന്നേ. മനസ്സിലായില്ലേ? കോൺഗ്രസ് നയിക്കുന്ന സവർണ ലോബിയാണ്. ഇപ്പം എന്താ NSSനോ SNDPയോ ഇത്ര എല്ലാം പൂർത്തിയായി കാണിച്ചു വലിയ കുഴപ്പമുണ്ടോ? അവരെപ്പോഴും സുരക്ഷമാണ്. ഇനി വെള്ളാപ്പിള്ളത്തേക്ക് ഏതിനും പോലീസ് ഇല്ലുവോ? പിന്നെ സതീശനല്ല മുഖ്യമന്ത്രി, പോലീസ് മന്ത്രി ആരാണ്? രമേശാണ്. രമേശ് അവർ ഏറാംകുളികളാ. ഇപ്പം അവരെല്ലാം ജയിച്ചല്ലോ സതീഷ, നിങ്ങൾ കാരണം. ഇതുപോലെ ചതിവ് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ കാണിക്കരുത്. ഇപ്പോൾ മുസ്ലിങ്ങളെല്ലാം ആക്കാന്ന് പറഞ്ഞ് തങ്ങളെ ആദ്യം കാണുക ചെയ്ത് അതൊക്കെ നിങ്ങളുടെ നിലനിൽപ്പിട്ടില്ലേ? ഇതാണ് ജനങ്ങൾ ചിന്തിക്കുക. ഞാനല്ല, ജനങ്ങൾ ചിന്തിക്കുന്നത്, പ്രത്യേകം മുസ്ലിം സമുദായം ചിന്തിക്കുക അങ്ങനെയാണ്. ഇത് ആർക്കൊന്നും മനസ്സിലാകില്ല. എന്താണോ
നമ്മൾ ഈ മുന്നിൽ അതിൽ നിൽക്കാതെ ഒരു മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ മറ്റു മുന്നിൽ പറയുന്നത് നല്ല കാര്യം എതിർക്കണം, എൻ്റെ മുന്നിൽ പറയുന്നത് ചീത്ത കാര്യം അനുകൂലിക്കണം. ഇത് മനസാക്ഷിക്ക് പറ്റാത്തതാണ് നമ്മൾ ആദ്യം മുന്നണി കൂടി നിന്ന് അധികാരവും പറ്റാത്തത്. അധികാരം പറ്റിയോ അവിടെ അഴിമതി ഉണ്ടാവും. എവിടെ അധികാരമുണ്ട് അവിടെ അഴിമതിയുണ്ട്, സംശയമില്ല. ഞാൻ പറഞ്ഞു പണ്ടൊരു രാജാവ് പറഞ്ഞ് ഒരേ സമയത്ത് രണ്ട് കാര്യം തോന്നണം, ദുഃഖം വേണം സുഖം തോന്നും. അങ്ങനെ വാക്ക് പറയാൻ പറഞ്ഞു. അങ്ങനെ ഒക്കെ അപ്പോഴും ഒരു മഹാൻ പറഞ്ഞു, എന്താണെയോ, ഈ സമയവും കഴിഞ്ഞു പോകും, ഈ സമയം കഴിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ ദുഃഖമുള്ളതാണ് വരുന്നത് സുഖം വരും, സുഖമുള്ളതും ദുഃഖം വരും. വലിയ പോയിന്റല്ലേ. അതുപോലെ അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് ബീർബൽ, ബുദ്ധിമാന ബീർബൽ, അക്ബർ ചക്രവർത്തി സദസ്സാണ്, രാജസദസ്, കല്ലിനെ പോലും പിളർക്കാൻ കഴിവുള്ള രാജസദസ്. ഇന്നത്തെ പോലെ വളഞ്ഞു കുത്തിയൊരുത്തല്ല, രാജസദസ്സാണ്. പറഞ്ഞതിനാണ്, അപ്പീലില്ല. ആ രാജസദസ്സിൽ കേട്ട് അക്ബർ ചക്രവർത്തികളാണ്, ഇന്ന് ഒരുത്തൻ എൻ്റെ കവളിൽ ചവിട്ടിയെന്ന്, കവളി മീന് മുഖത്തി ചവിട്ടിയെന്ന്. എല്ലാം ആളും സെക്യൂരിറ്റി. രാജാതിരാജന്റെ മുഖത്ത് ചവിട്ട ആരാടത്ത് ഇവിടെ ഉടനെ ബീർബൽ പറഞ്ഞ് വാൾ ഊരാൻ വരട്ടെ. അങ്ങനെ ഒരുത്തൻ കവളത്ത് മുഖത്ത് ചവിട്ടിയില്ല, അവരെ കാലിൽ പൊൻവളയിടുന്നു. എന്താ സംഗതി? മകളുടെ കുട്ടിയെ താല് വലിച്ച് രാവിലെ, അപ്പോൾ അവൻ മടിയിൽ താല് കാല് പൊക്കി കവളത്തൊക്കെ ചവിട്ടൂല്ലേ കാലുകൊണ്ട്, കുഞ്ഞിക്കാല്. ആ ബുദ്ധിമാനെ വീർബൽ മനസ്സിലായി. അതുപോലെ ഈ സതീശനെ കുറിച്ചുള്ള ഈ പറവ് എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് ആത്മാർത്ഥ ഉണ്ടായില്ല, സതീശനെ കൊച്ചാക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. അതൊക്കെ ഞങ്ങൾ അന്വേഷിക്കണം, ഞങ്ങൾക്ക് ഫയൽ അന്വേഷിക്കണം. ഞങ്ങളുടെ രഹസ്യ വിഭാഗമുണ്ട്, ഞങ്ങളുടെ ചെറുതിൽ ഞങ്ങൾ അന്വേഷിക്കേണ്ടതിൻ്റെ പുറകിൽ കളിച്ചാലെന്ന്. പക്ഷെ ഞങ്ങൾ അന്വേഷിച്ചാൽ അത് ഔദ്യോഗികമില്ല. ഔദ്യോഗികമായിട്ട് നിങ്ങൾ അന്വേഷിച്ചിട്ട് അവരാരാണ് പാര വെച്ചെങ്കിലും അവനാരായിരുന്നാലും ഏത് ഉന്നതരായാലും വെറുതെ വിടരുത്, മറ്റുള്ളവർക്ക് പാടാവണം. അപ്പോൾ സതീശൻജി, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവിധ സഹായം കേരള ജനതയുണ്ട്, നിങ്ങളുടെ പുറകിലുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് ആരും ഭയപ്പെടാതെ ധീരനായിട്ട് വയ്ക്കൂ. ആഭ്യന്തരം ഒരു കാരണവശാലും നിങ്ങൾ വിട്ടുകൊടുക്കരുത്. നിങ്ങൾക്ക് 5 വർഷം സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് പോകണമെങ്കിൽ പവർ വേണം. പവർ നടക്കില്ല, പവർ വേണം. ആ പവർ അന്ന് ഭരണം ആദ്യം അല്ല, വെറും മുഖ്യമന്ത്രിക്ക് എന്താ പവറുള്ളത്? ഇവിടെ കുറേ കാലം അച്യുതാനന്ദൻ മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലാതെ ഉണ്ടായില്ല. ഇപ്പം അന്ന് കോടിയേരി മുഖ്യമന്ത്രി സ്ഥാനം, പോലീസ് മന്ത്രിയായിരുന്നു. എന്താ ഉണ്ടായത്? അതുപോലെ നിങ്ങൾ വേറൊരു നോമിനിയായി മുഖ്യമന്ത്രി ആകരുത്. ചരിത്രം മുൻ CM എന്ന് പറയാൻ മാത്രമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ വിട്ടുന്നത് അനീതിക്കെതിരെ പൊരുതുന്ന ധീരനായ ഒരു ശക്തനായ ഒരു നേതാവിൻ്റെ ഒരു CM-ന് വേണ്ടത്. ഒരു കാരണവശാലും മുഖ്യമന്ത്രി പോലീസ് വകുപ്പ് വിട്ടുകാർക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ടും മുസ്ലിം സമുദായത്തിൽ ജനസംഖ്യയ്ക്ക് ആനുപാതികം നോക്കി 7 മന്ത്രിസ്ഥാനം ആർക്കും തീരുമാനിച്ചു കൊടുക്കും. അതിൽ 4 മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് കൊടുക്കുള്ളൂ, 3 കൊടുത്തോളൂ. ഇനി 5 മുസ്ലിം ലീഗ് കൊടുത്ത് നിർബന്ധിക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾ പറഞ്ഞ് കളമശ്ശേരി ഇബ്രാഹിം സാഹിബിൻ്റെ മകന് മുഖ്യമന്ത്രിയായിട്ട് ലീഗ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യം, സംശയമില്ല. കാരണം മധ്യകേരളം ദക്ഷിണകേരളത്തിൽ ആകെയുള്ള പ്രതിനിധിയാണ്. അതുങ്ങൾ ഒഴിവാക്കിയത് കൊടുക്കുകയും ചെയ്യണം. അതിൽ പല കാര്യങ്ങളുണ്ട്. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി ചെയ്യുന്നു.